സഹോദര സഹോദരി, നിങ്ങൾ അനാഥരല്ല. നിങ്ങൾക്കൊരു ഉടയവനുണ്ട്. നിങ്ങൾക്കൊരു സൃഷ്ടാവായ ദൈവമുണ്ട്. നിങ്ങൾക്കൊരു ഉടമസ്ഥനുണ്ട്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയുമില്ല. ഞാനോ ലോകത്തിൻ്റെ അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്ത ഒരു ഉടയവൻ, ഒരു ഉടമസ്ഥൻ നിങ്ങൾക്കുണ്ട് എന്ന് ഈ എപ്പിസോഡിൽ പരിശുദ്ധാത്മ നിങ്ങളെ അറിയിക്കുകയാണ്. സാഹചര്യം എന്തുമാകട്ടെ, പ്രതിസന്ധികൾ എന്തുമാകട്ടെ, വെല്ലുവിളികൾ എന്തുമാകട്ടെ, പ്രതികൂലങ്ങൾ ഏതുമാകട്ടെ, ഏത് വഴിക്കൂടെ വരുന്ന അനുഭവങ്ങളാകട്ടെ, ആശ മുഴുവൻ അറ്റുപോയ ഒരു സാഹചര്യമാകട്ടെ, കൈവിടാത്തൊരു കർത്താവ്, ഉപേക്ഷിക്കാത്തൊരു കർത്താവ്, മറക്കാത്തൊരു കർത്താവ് നിങ്ങൾക്കുണ്ട്. പൗലോസിനെ പോലെ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? എൻ്റെ ഉടയവൻ എന്നെ വിടുവിക്കുന്നവനാണ്, എൻ്റെ ഉടയവൻ എന്നെ മാനിക്കുന്നവനാണ്. അടുത്ത വാക്യത്തിൽ പൗലോസിനോട് ദൈവം പറയുകയാണ്, ഭയപ്പെടരുത്, നീ കൈസരുടെ മുൻപാകെ നിൽക്കേണ്ടതാകുന്നു. ഇവിടം കൊണ്ടൊന്നും, ഈ സാഹചര്യം കൊണ്ടൊന്നും തീരാനുള്ളതല്ല നിന്റെ ജീവിതം. ഈ ഒരു അവസ്ഥകൾ കൊണ്ട് അവസാനിക്കാനുള്ളതല്ല നിന്റെ ലൈഫ്. ഇവിടം കൊണ്ടത് തീരാൻ പോകുന്നില്ല. ഇനിയും നിനക്ക് യാത്രയുണ്ട്, ഇനിയും നിനക്ക് ശുശ്രൂഷയുണ്ട്, ഇനിയും നിനക്കൊരു ജീവിതമുണ്ട്. ഇന്നെന്നെ കാണുന്ന ഏതോ വ്യക്തിയോട്, ദൈവദാസനോട്, കുടുംബത്തോട്, പാസ്റ്ററോട്, ചില ശുശ്രൂഷകരോട്, കർത്തൃവേലയിൽ നിൽക്കുന്ന, വിശ്വാസ ജീവിതം നയിക്കുന്ന ചില വ്യക്തികളോട് കർത്താവ് പറയുന്നു, നിനക്കൊരു നല്ല ഭാവിയുണ്ട്, നിനക്കൊരു ഫ്യൂച്ചറുണ്ട്. ഈ സാഹചര്യം കൊണ്ട് തീരുന്നില്ല. ഈ രോഗം നിന്നെ അവസാനിപ്പിക്കില്ല. ഈ പ്രതിസന്ധികൾ നിന്നെ തളർത്തില്ല. നിനക്കൊരു യാത്രയുണ്ട്, നിനക്കൊരു ശുശ്രൂഷയുണ്ട്, നിനക്കൊരു ഓട്ടമുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് വ്യക്തമായി നിങ്ങളോട് അറിയിക്കുകയാണ്.